സമ്പത്ത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്. ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റബ്ബിനെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഒരൽപ്പമൊക്കെ സമ്പത്ത് കയ്യിൽ കിട്ടുമ്പോഴേക്ക് അള്ളാഹുവിനെ മറന്നുകൊണ്ട് കൂത്താടുവാനും മതിക്കുവാനും കുടിക്കുവാനും ലഹരിയുടെയും മദ്യത്തിന്റെയും വഴിവിട്ട അവിഹിത ബന്ധങ്ങളുടെയും അനാവശ്യമായ ധൂർത്തുകളുടെയും ആഡംബരങ്ങളുടെയും കല്യാണത്തിന്റെയും പൊങ്ങച്ചങ്ങളുടെയും മറ്റെല്ലാം പേരിലൊക്കെ സമൂഹത്തിൽ വരുത്തി വെക്കുന്ന നൂറുകൂട്ടം നിഷിദ്ധമായ കാര്യങ്ങൾ. എന്റെ കയ്യിൽ പണമുണ്ടടാ, ആരാണിതൊക്കെ ചോദിക്കാനെന്ന അഹങ്കാരത്തോടെ അർമാദിച്ചുകൊണ്ട് ജീവിക്കുമ്പോ മനസ്സിലാക്കണം, ഖാറൂൻ മുതലാളിയുടെ ചരിത്രം നമ്മുടെ കിതാബിലുണ്ട്, വിശുദ്ധ ഖുർആനിലുണ്ട്. തോട്ടക്കാരുടെ ചരിത്രം വിശുദ്ധ ഖുർആനിലുണ്ട്. ഒക്കെ ഞാൻ നേടിയതാണ്, എന്റെ പണം ഞാൻ ചെലവഴിക്കാൻ എന്റെ ചോയ്സ് ആണെന്ന് പറയുമ്പോ അതിലാരും ഇടപെടേണ്ടതില്ലെന്ന നെകളിപ്പുണ്ടല്ലോ. അതൊക്കെ ഇന്ന് പറയാനേ പറ്റൂ. നാളെ നിന്റെ ധനം എവിടെയാണടോ, നിന്റെ ആരോഗ്യം എവിടെയാണടോ, നിന്റെ സമ്പത്ത് എവിടെയാണടോ, അതൊക്കെ പോകുവാൻ, തകർന്ന് തരിപ്പണമാകുവാൻ നിമിഷങ്ങൾ മതി. റഹ്മാനായ റബ്ബാണ് പറയുന്നത്, നിങ്ങൾക്ക് നൽകപ്പെട്ട നിഅമത്തുകൾ നിങ്ങൾ നന്ദിയോടെ നിലനിർത്താൻ തയ്യാറുണ്ടോ? നന്ദി കാണിക്കാൻ തയ്യാറുണ്ടോ? ലഅസീദന്നകും, നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരും. എത്രത്തോളം നിഅമത്തുകൾക്ക് എത്രത്തോളം നമ്മൾ ശുക്ർ ചെയ്യുന്നുവോ ആ നിഅമത്തുകളിൽ ബർക്കത്തുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ധാരാളം റബ്ബ് തന്നുകൊണ്ടിരിക്കും. അതേ അവസരത്തിൽ നെകളിപ്പ് കാണിച്ചാലുണ്ടല്ലോ, അഹങ്കാരികളായാലുണ്ടല്ലോ, എന്റെ മുതലാണ്, എന്റെ ശരീരമാണ്, എന്റെ ചോയ്സ് ആണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ വിടില്ല റഹ്മാനായ റബ്ബവനെ. വലൈൻ കഫർതും, നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിലോ, ഇന്ന അദാബീ ലശദീദ്, എന്റെ ശിക്ഷ അത് കഠിനം തന്നെയാണ് എന്ന മുന്നറിയിപ്പ് റഹ്മാനായ റബ്ബിൻ്റെതാണെന്ന്